ഈ ദിവസം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലല്ലോ കേട്ടോ. നീ ചിന്തിച്ചിരുന്നോടാ? ആ. ഇതൊക്കെ ഒരു നിമിത്തം പോലെ തോന്നുന്നു എനിക്ക്. പണ്ട് നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന കാലമൊക്കെ ഓർമ്മയില്ലേ? എന്ത് രസമായിരുന്നല്ലേടാ? ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെ അങ്ങ് ഒരുപാട് പിന്നെ ആലോചിക്കുമ്പോഴേ ഒരുപാട് മിസ് ചെയ്യാ അതൊക്കെ. അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ടേ നിന്റെ ഫാമിലി, നിന്റെ വൈഫ് ഫാമിലി, നമുക്ക് ഇടക്കിടക്ക് ഓരോ യാത്രയും ടൂറൊക്കെ പ്ലാൻ ചെയ്യണം. അതെ അതെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഫോട്ടോ ഒക്കെ ഇടണം, കുറെ ലൈക്ക് ഒക്കെ കിട്ടും. ഭയങ്കര രസമായിരിക്കും അല്ലേ? സത്യല്ലേ? പല്ല് ചലച്ചല്ലേ? ഞാനിങ്ങനെ നിങ്ങൾ വരുന്നതിന് മുന്നേ റിയുടെ അടുത്ത് പറയായിരുന്നു നിങ്ങളെ പറ്റി. നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ റിയനെ. സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൂളാ. അത്രയും ഇല്ലെങ്കിലും കൂളാ. അപ്പോ നീ പരിചയപ്പെടണം കേട്ടോ. 100 ആയുസാണല്ലോ റിയ. വീഡിയോ കോളാ. റിയ എല്ലാവരും എവിടെ? അവരോ? അവരകത്തുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തായി? സോൾവ് ആയോ? പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു, സോർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല. ഫുൾ ഹാപ്പി ആണല്ലോ. പിന്നെ ഹാപ്പി ഹാപ്പി. എത്രണ്ണം അടിച്ചു? ഞാൻ ജസ്റ്റ് 2. പിന്നെ ഒരു 3. അത്രേ ഉള്ളൂ. ഫുഡ് അടിച്ചോ? ഇല്ലല്ല, കഴിക്കണം. ദേ കഴിക്കാൻ പോവാ. അതാരാ? ആര്? അതാരാന്ന്? ഏതാ? ക്രിസ്റ്റി, ഞാൻ 2 പെമ്പിള്ളേര് പോകുന്നത് കണ്ടു. 2 പെമ്പിള്ളേര് നിന്റെ ബാക്കിൽ പോകുന്നത് കണ്ടു. അതാരാ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നുണ പറയണ്ട. ഒരു മിനിറ്റ്. ഇല്ല ക്രിസ്റ്റി, ഒന്ന് കട്ട് ചെയ്ത് ഇപ്പൊ വിളിക്കാം. പറ്റില്ല പറ്റില്ല. കൊള്ളാല കളി. ഇനി പോകരുത്. मुझे डर लगता है. ഹിന്ദി ഡർ. ഇനി പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ലല്ലോ. ഇതെന്താ പരിപാടി? കാശ് കൊടുത്ത് സാധനം എടുത്തിട്ട് അരേ ബായ് ക്യാ ബായ്. ഒരു സാറിന് വലിയ ഇടുക്കി മേക്കാ കറുത്ത ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10,000 രൂപ മൂജാമേ ഉദർസെ കാലെല്ലാം ഓടിക്കും. സാലാ ബദ്മാഷ് മാമക്ക വെച്ചാ വെച്ചിട്ട് പോടാ. ഇതെന്ത്? ഗുഡ് തിങ്സ് ടേക്ക് ടൈം. എന്താ ഒരുമാതിരി പോക്കൃതരം കാണിക്കരുത്. ഇത് ഞാനും അവളും കല്യാണം കഴിച്ചിട്ട് താമസിക്കാൻ വെച്ചിരുന്ന ഫ്ലാറ്റാ. ഇറക്കി വിടറ അവളുമാരെ. ആര്? അതാ ബിനോയുടെ ഫ്രണ്ട്സാ. ഞാനായിട്ടൊരു ബന്ധമില്ലളിയാ. എന്റെ പൊന്നാളിയാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നീ അവളുമാരെ കയറ്റുന്നത് കണ്ടു. എന്തെങ്കിലുമൊക്കെ ചെയ്. അളിയന് എന്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ജീവിതമൊക്കെ ആകെ കട്ട പിടിച്ച് താറുമാറായിട്ടിരിക്കുക. കുടുംബജീവിതമൊക്കെ ഡൈവേഴ്സിന്റെ അറ്റത്താളിയാ. നീ ഇന്നലെ അല്ലടാ നിന്റെ ഭാര്യയായിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടത്. പറയടാ, മൈ ലൈഫ് ഈസ് മൈ വൈഫ്. അളിയനത് കണ്ടല്ലേ? ആ കാട്ട്. അവൾ വിളിക്കുന്ന ഞാൻ അവളോട് എന്ത് പറയും? ഹായ് പ്രിയ, അളിയന്റെ കുറ്റിയാണോ? ഇതാടാ ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ഓ, ഇതിന്റെ ബാച്ചിലർ പാർട്ടിക്കാ ഞാൻ വന്നല്ലേ. ഇങ്ങനത്തെ ഞാൻ സെറ്റ് ചെയ്യാം. വിട്.
ഹായ് റിയ. ഇപ്പൊ ഒരു 2 ഗേൾസിനെ കണ്ടിരുന്നില്ലേ? അതും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല. അതോ മിസ്റ്റർ ബിനോയുടെ ഫ്രണ്ട്സ് ആണ്. അവരെന്തോ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവരെന്തോ പറഞ്ഞിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയിക്കോളും. യു ഡോണ്ട് വറി, ഡോണ്ട് വറി. ഞങ്ങളിപ്പോ ദേ ഗില്ലി കണ്ടോണ്ടിരിക്കുക. ദാ കണ്ടോളൂ. പക്ഷെ കുഴപ്പമില്ല, എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, ഗുഡ് ബൈ. സജീന